നമുക്ക് 1,80,000 കൊടുക്കാം. 1,80,000 ഓൾട്ടോ കേട്ടൻ ഓൾട്ടോക്കെ ചെയ്തു 2030 വരെ പേപ്പർ 5 വർഷം പേപ്പർ 5 വർഷം ബ്രിയോ എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ. രാശിയുടെ അടുത്ത വണ്ടി ഫിയറ്റ് അവഞ്ചൂറ. പക്ഷെ വണ്ടി കുറച്ച് ഇപ്പോൾ കിട്ടാനില്ലേ അല്ലേ? ടൈറ്റാനിയം വേരിയന്റ്. ടൈറ്റാനിയം ആണ്. അതെ അതെ. മോഡൽ 2017 സിറ്റി ഹോണ്ട സിറ്റി ഡീസലാണ് കേട്ടോ. ആവശ്യക്കാർ കൂടുതലുള്ള വണ്ടിയാണ്. ഹോണ്ട ഡീസൽ നല്ല വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെക്കൻഡ് ചോയ്സിലാണ്. നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഫുള്ള് പുതിയ സ്റ്റോക്കുകൾ വണ്ടികൾ കുറേ വന്ന സ്റ്റോക്ക് വന്നിട്ടുള്ളത് കാണിക്കുകയാണ്. ഇവിടെ രാജേഷേട്ടും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ് പുതിയ എപ്പിസോഡാണ്. ഇപ്രാവശ്യത്തെ വരുന്ന അത്യാവശ്യം കുറേ അങ്ങനെ മിഡിൽ സെഗ്മെൻറ്റും ബഡ്ജറ്റ് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. പുതിയ സ്റ്റോക്ക് വണ്ടികളാണ്. ഓക്കെ. നമ്മുടെ ലോൺ എപ്പോഴും പറയുമ്പോൾ 2012 മുതൽ 12 ഒരു 6 മാസം ചെയ്യാൻ പറ്റും. വാറണ്ടി വരുന്നതും 16 കൊണ്ട് വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കുളത്തൂർ, കഴക്കൂട്ടം കുളത്തൂരാണ്. USD ഗ്ലോബലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സർവീസ് റോഡിലാണ് ലൊക്കേഷൻ വരുന്നത്. ഒരു നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. രാശിയുടെ നമ്മുടെ രണ്ടാമത്തെ ദിവസങ്ങളിൽ നമ്മൾ ഫസ്റ്റ് വണ്ടി ഓൾട്ടോ കേട്ടൻ അതും ഓഫർ പ്രൈസിന് കൊടുക്കാം അല്ലേ? എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? എങ്ങനെയാണ്? 2014 മോഡൽ 15 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് 77,000 കിലോമീറ്റർ VXI ആണ്. മാനുവൽ. ഓക്കെ. കമ്പനി സർവീസ് ആണോ പുറത്താണോ കേട്ടോ? കുറേ കമ്പനി സർവീസാണ്. ബാക്കിൽ അവസാനത്തൊക്കെ വെളിയിലാണ് സർവീസ് വരുന്നത് അല്ലേ? ഓക്കെ. സീറ്റ് ഫാബ്രിക്കാണ്, കുഴപ്പമില്ല. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ, പോസ്റ്റ് ചെയ്തിരിക്കും അല്ലേ കേട്ടോ? എല്ലാം വർക്കിംഗ് ആണ്. ബാക്കിൽ ഷോക്കിന് ചെറിയ സൗണ്ട് ഉണ്ട്. അങ്ങനെയുള്ള ചെറിയ ബോണറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ബോണറ്റ് റീപ്ലേസ് അല്ല, വേറെ ആക്സിഡൻസിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വണ്ടി. ഓക്കെ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഓഫർ? നമുക്ക് 1,80,000 കൊടുക്കാം. 1,80,000 ഓൾട്ടോ കേട്ടൻ 2014 മോഡൽ 15 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടി എല്ലാം സാധാ ഓൾട്ടോ 800 കിട്ടില്ല. കേട്ടനാണ് 1 ലിറ്റർ എഞ്ചിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ടയർ ഒരു 80% ടയർ ഉണ്ട്. കുറച്ച് ചെറിയ പെയിന്റ് വർക്ക്, സ്ക്രാച്ചസ് കാര്യങ്ങൾ 3,000 രൂപയുടെ പണി സ്ക്രാച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം, അടുത്ത ജനുവരി വരെ ഇൻഷുറൻസ് റീസെന്റ് റിന്യൂ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോഴെങ്ങനെയാണ് നമ്മുടെ ലോൺ എങ്ങനെ കയറും? 1,80,000 വില ലോണും 100% ഫിനാൻസ് കൊടുക്കാൻ പറ്റും. രാശിയുടെ അടുത്ത് സ്കോഡ ഫാബിയ 2010 ഇപ്പോൾ റിന്യൂ ചെയ്തു. 2030 വരെ പേപ്പർ 5 വർഷം പേപ്പർ 2030 ഓൾമോസ്റ്റ് നവംബർ വരെ അല്ലേ? അതെ. ഓക്കെ. സ്കോഡ ഫാബിയ ഇത് നീറ്റാണ്. പെട്രോൾ ആണോ ഡീസലാണോ? പെട്രോൾ 1.2 ലിറ്റർ എഞ്ചിൻ, മാനുവൽ. ഓക്കെ. സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ നീറ്റാണ് കേട്ടോ. ഇതിനകത്ത് ആൻഡ്രോയിഡ് സീറ്റ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓർഡർ പവറിൻ്റെ പോർച്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓടിക്കാനോ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. വേറെ ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 83,000 കിലോമീറ്റർ ഇത്ര ആയിട്ടുള്ളൂ. ഓക്കെ. ടയർ കണ്ടീഷൻ വന്നിട്ടൊരു ടയറെല്ലാം ഫ്രണ്ട് 2 പുതിയ ടയറുണ്ട്, ബാക്കിൽ 2 ടയറും ഏകദേശം 60%-70% ടയറുണ്ട്. പ്രൈസ് വരുന്നത് 1,25,000. 1,25,000. 2010 വണ്ടി 5 വർഷം പേപ്പർ റിന്യൂ ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് കാര്യം. വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ? ഒന്നും ചെയ്യാനില്ല. പോളിഷ് ചെയ്തെല്ലാം നീറ്റ് ചെയ്ത് റിന്യൂവലിന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിടക്കുന്നുണ്ട്. കണ്ടീഷനായി കിടക്കുന്നുണ്ട്. അതും കമ്പനി സർവീസിൽ നിൽക്കുന്നുണ്ട്. കമ്പനി സർവീസ്. ഓക്കെ. രാശിയുടെ അടുത്ത് ഹോണ്ട ബ്രിയോ എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 51,000 കിലോമീറ്റർ. മോഡലോ? 2013. ഓക്കെ. 2013 സിംഗിൾ ഓണർഷിപ്പ് 53,000 കിലോമീറ്റർ. സർവീസ് കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി നീറ്റാണ്, സ്ക്രാച്ചസും ഇല്ല, ക്ലീൻ കണ്ടീഷനാണ്. ടയറെല്ലാം ഫുൾ കണ്ടീഷൻ. ടയറെല്ലാം ഒരു 80% ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. ഇന്ത്യയിൽ നോക്ക്, നല്ല ക്വാളിറ്റി. ഇതിലൊക്കെ സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ ഒരു അഴുക്ക് പോലും ഇല്ല. നീറ്റാണ് കേട്ടോ, നീറ്റ് കണ്ടീഷനാണ്. മുമ്പിലോട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്, റിമോട്ട് കൺട്രോൾസ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, ഓർഡർ പവറുണ്ട്. വേറെ ABS വരുന്നുണ്ട്? ഇല്ല, ABS വരുന്നില്ല. എസ് ആണ് വേരിയന്റ്. ഓക്കെ. അലോയ്സ് വരുന്നില്ല, പക്ഷേ വണ്ടി കൊള്ളാം, നീറ്റാണ്. സിൽവർ മിഡിൽ വേരിയന്റ് അല്ലേ ഇത്? നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 2,49,000. 2013 വണ്ടി 2,49,000. അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ഫിനാൻസ് എങ്ങനെയാണ്? ഫിനാൻസ് 2,25,000 വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ഡീസലാണ് കേട്ടോ. ആവശ്യക്കാർ കൂടുതലുള്ള വണ്ടിയാണ്. ഹോണ്ട ഡീസൽ നല്ല വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2015 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർ. വി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് കേട്ടോ. വി ആണ് വേരിയന്റ്. ഓക്കെ. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, 84,000 കിലോമീറ്റർ. ഓക്കെ. അപ്പം 84,000 കിലോമീറ്റർ, 4 പുതിയ ടയർ. ഒരു സ്കണ്ണിംഗ് ബോർഡിലാണ് കാണുന്ന സ്ക്രാച്ച്, ഫ്രണ്ട് ബമ്പറിൽ സ്ക്രാച്ചസ് ഉണ്ട്. അത് കണ്ടില്ലായിരുന്നു.
ഓക്കെ. ടയർ കണ്ടീഷൻ പുതിയ ടയറാണ്. അലോയ്സ് വരുന്നുണ്ട്. പുതിയ ടയർ, ഇൻഷുറൻസ് ഒക്കെ ഫുൾ കവർ ഇൻഷുറൻസ്. ഓക്കെ. വേരിയൻറ്റ് വി അല്ലേ ചേട്ടാ? വേരിയൻറ്റ് വി അല്ലേ? വി ആണ് വേരിയൻറ്റ്. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ കുഴപ്പമില്ല, നീറ്റായിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് എ സി, സ്റ്റീർ മൗണ്ട് കൺട്രോൾസ്. എയർ ബാഗ് എത്രയാണ് വരുന്നത്? ഡ്യുവൽ എയർ ബാഗ് വരും, വിത്ത് റിവേഴ്സ് ക്യാം വരുന്ന സ്റ്റീരിയോ ആണ് ഇരിക്കുന്നത്. ഓക്കെ. 4 പോസ്റ്റിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഹോണ്ട സിറ്റി ഡീസലിന് മൈലേജ് എങ്ങനെ ഒരു 18 മേടിൽ കിടത്തില്ല ചേട്ടാ? 20, 22, 24 വരെയൊക്കെ ആവറേജ് ഓൺ ഹൈവേ കയറി. ഹോണ്ട ഒരു സംബന്ധിച്ച് എന്തായാലും ഈ 84 കിലോമീറ്റർ ഒന്നുമല്ല. ഈ സർവീസ് പക്കയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ക ഫുൾ കമ്പനി സർവീസിലാണ് വരുന്നത്. ചെറിയ രണ്ട് ക്ലെയിം ചെറുതായിട്ട് ടെയിൽ ലാമ്പ് അങ്ങനെയുള്ള 2 ബമ്പർ എല്ലാം മേജർ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് 5,85,000 രൂപ വരാം. 5,85,000. 5,85 2015 വി ഡീസൽ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. അത് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓൺ. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഇത് ഓൾമോസ്റ്റ് നമുക്ക് 5,25,000 രൂപ ഫിനാൻസ് എടുക്കാം. 50,000 രൂപ 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കയ്യിൽ വേണ്ടി വരും. ആസ്പെയർ പെട്രോൾ ആണ് കേട്ടോ. ഓക്കെ. 1.2 പെട്രോൾ ടൈറ്റാനിയം വേരിയന്റ്. ടൈറ്റാനിയം ആണ്. അതെ. മോഡൽ 2017 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു. ഓക്കെ. 29,000 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. സ്റ്റെപ്പിനി ഒന്നും യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക മെയിൻറ്റൈൻഡ്. ടയറൊക്കെ തേയ്മാനം മാത്രമല്ല കേട്ടോ. ടൈറ്റാനിയം ആണ്. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ ആസ്പെയർ നല്ല വണ്ടിയല്ലേ? ആസ്പെയർ നല്ല വണ്ടി. ഓക്കെ. സ്റ്റീരിയോ മാറ്റിയിട്ടുണ്ട്. സീറ്റ് ലെതർ ചെയ്തിട്ടുണ്ടോ? നീറ്റ് ആയിരിപ്പുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീൽ ആക്കിയിട്ടുണ്ടല്ലേ ചേട്ടാ? അതെ. ഓക്കെ. ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട്, സ്റ്റീർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നു, ഇലക്ട്രിക്കൽ മിറർ, സെൻട്രൽ ലോക്ക് എല്ലാം വരും. പക്ഷേ അപ്പോൾ എങ്ങനെ ചേട്ടാ പ്രൈസ്? ഇത് വന്നിട്ട് 3,25,000 രൂപ കൊടുക്കാം. 3,25. അതെ. 2017 വണ്ടി, സിംഗിൾ ഓണർ, 29,000 കിലോമീറ്റർ ഓടി, 3,25. ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഫുള്ള് കമ്പനി സർവീസ്. KL74 കാട്ടാക്കട. ഓക്കെ. അപ്പോൾ ട്രിവാൻഡ്രം തന്നെയാണ്, ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്കയാണല്ലോ ചേട്ടാ? ഒന്നുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. നിർത്തിപ്പോയി എന്നുള്ള പ്രശ്നം മാത്രമേ. പക്ഷേ ഫിനാൻസ് പാടല്ലേ? ഫിനാൻസ് പാടാണ്. ഓക്കെ. രാജേഷിയുടെ അടുത്ത വണ്ടി ഫിയറ്റ് അവഞ്ചൂറ. പക്ഷേ വണ്ടി കുറച്ച് ഇപ്പോൾ കിട്ടാനില്ല അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ. ഓക്കെ. ഡീസൽ അല്ലേ? പെട്രോൾ 1.4 ലിറ്ററിലാണ് നിൽക്കുന്നത് കേട്ടോ. 1.4 ലിറ്റർ പെട്രോൾ. ഓക്കെ. മോഡൽ 2015 സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ, 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ക്ലീൻ വണ്ടി. അവഞ്ചൂറ. പക്ഷേ ഫിയറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രാജാവായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വണ്ടി പുലിയാണല്ലേ? അത് അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സ് വന്നാലേ പോകത്തുള്ളൂ. താല്പര്യമുള്ളവർക്ക് നോക്കാം, ഫിയറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം. പക്ഷേ വണ്ടി നീറ്റ് ആട്ടോ, സ്ക്രാച്ചസ് പോലും ഇല്ല. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയറുണ്ട്. സെക്കൻഡ് ടയറാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ടയർ. അതെ. ഇന്റീരിയർ നമുക്ക് നല്ല ക്വാളിറ്റിയിലേക്ക്. ഇന്റീരിയറൊക്കെ നീറ്റാണ്. ഇത് ഫാബ്രിക്കാണ്, പക്ഷേ നീറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഫാബ്രിക് സൈഡ് വന്നിട്ട് ലെതർ കൊടുത്തിരിക്കുകയാണ് അതിനകത്ത്. അതെ. അതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട്. അഡീഷണൽ നമ്മുടെ ഒരു അഡീഷണൽ മീറ്റർ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അതാ അഡീഷണൽ അവഞ്ചൂറൊക്കെ വരുന്നതാണ്. പിന്നെ എ സി പോസ്റ്ററിങ് ഫോട്ടോ പോറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റീർ മൗണ്ട് കൺട്രോൾസ് ഇല്ല, വരുന്നില്ല. ഡൈനാമിക് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന മോഡലാണ്. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. പക്ഷേ ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട് കേട്ടോ. അലോയ്സ് വരും, സൈഡ് ഇൻഡിക്കേറ്റർ മിറർ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവഞ്ചൂറ എങ്ങനെയാണ് പ്രൈസ്? ഇത് 2,50,000 രൂപ കൊടുക്കാൻ. 2.5 2015. ഫിനാൻസ് കയറില്ല കേട്ടോ. ഫിനാൻസ് കയറില്ല. രാജേഷിയുടെ അടുത്ത് XL6 എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, സീറ്റാന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സീറ്റാണോ? അതെ. കിലോമീറ്റർ 89,000, ഫുൾ കമ്പനി സർവീസ്. ഹൈബ്രിഡ് ആണല്ലേ? അതെ, ഹൈബ്രിഡ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മൈനോട്ട് ഒരു ബമ്പർ റീപ്ലേസ് മാത്രമേ കമ്പനി ഹിസ്റ്ററിയിലുള്ളതാണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയറുണ്ട്. ഓക്കെ. വണ്ടി സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല, പക്ക നീറ്റ്. ഇത് സീറ്റ് ആകുമ്പോഴത്തേക്കും കീലസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. 7 സീറ്ററാണ്, നീറ്റാണ്. സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് എ സി, സ്റ്റീർ മൗണ്ട് കൺട്രോൾസ്, ഓർഡർ പോയിന്റ്, പവർ സ്റ്റിയറിംഗ്, പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ടല്ലോ. എല്ലാം ടോപ്പിന്റെ തൊട്ട് താഴെ. മറ്റേ 6 എയർ ബാഗ് വരും. ബാക്കി ഇതിനകത്ത് ഡ്യുവൽ എയർ ബാഗ് വരുന്നത് മാത്രം. ഇൻഷുറൻസ് വന്നിട്ട് അടുത്ത മാസം മാത്രം. അതിന് ഹെഡ് ലാമ്പ് LED ഹെഡ് ലാമ്പ് അല്ലേ വരുന്നത്? എല്ലാം LED സെയിം അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാ പ്രൈസ്? ഇത് നമുക്ക് 7,80,000 രൂപ വരാം. 7,80,000. ഒരു എർട്ടിക പോലും കിട്ടില്ല. പെട്രോൾ മാനുവൽ. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ. അടുത്ത മാസം ഇൻഷുറൻസ് റിന്യൂവൽ വരുന്നത് മാത്രം. വണ്ടി പക്ക വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഒന്നുമില്ല. എടുക്കുക, അടുത്ത മാസം ഇൻഷുറൻസ് ഒന്ന് റിന്യൂ ചെയ്യാം. അതാ പറഞ്ഞാൽ എർട്ടികയുടെ പ്രൈസിങ് നമുക്ക് XL6 തരാം. കൊടുക്കാം. പിന്നെ അതുമായിട്ട് ഫിനാൻസ് എങ്ങനെയാ? ഇത് ഓൾമോസ്റ്റ് നമുക്ക് 7,25,000 രൂപ ഫിനാൻസ് ഫിനാൻസും കയറും. കണ്ടീഷൻ വണ്ടി അല്ലേ? കണ്ടീഷൻ. രാജേഷിയുടെ അടുത്ത് നമ്മുടെ MG ഹെക്ടർ. ഇങ്ങനെയാണ് 2019. ഓക്കെ. ഡീസൽ ഷാർപ്പ്. മാനുവലാണ്. മാനുവലാണ്. ഓക്കെ.
73,000 കിലോമീറ്റർ ഓടി, ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻറ്റ് സൈഡിൽ ആ ഡോറിൻ്റെ സ്കിന്നൊന്ന് ഔട്ടർ സ്കിന്നൊന്ന് മാറിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇങ്ങനത്തെ കണ്ടീഷൻ നീറ്റാണ്. സീനിയർ ഫാബ്രിക് ആണ്, വെൽ മെയിൻറ്റഡ് ആണ്. ഇതിനകത്ത് ഒരു നമ്മുടെ സ്ക്രീൻ തിരിച്ച് നീളത്തിൽ വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. ഇതിൻ്റെ പ്രത്യേകത ഹെഡറിൻ്റെ പ്രത്യേകതയാണ്, സ്ക്രീൻ നീളത്തിലാണ് വെച്ചത്. ഓക്കെ. പിന്നെ ഫീച്ചർ റിച്ച് ആണ്. സൺറൂഫ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ ഏട്ടാ, ഒന്നും പറയാനില്ല. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ എക്സ്ട്രാ വന്നിട്ട് നമ്മൾ റിവേഴ്സ് ക്യാമറ, ഫ്രണ്ട് ഡാഷ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡാഷും ഫ്രണ്ട് ഡാഷും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ചാടി പോകുന്നത് മാത്രം കേട്ടോ. ആ, അലോയ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. MG ഹെഡർ ഷാർപ്പ് വേരിയൻ്റ് അല്ലേ ഏട്ടാ? ഇപ്പം 4 പുതിയ ടയർ യോഗാമയുടെ ടയർ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ വന്നിട്ട് ഇൻഷുറൻസ് ഇപ്പോൾ പുതിയത് ടൈമും കേട്ടോ, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. 35,000 റുപ്പീസായി ഇൻഷുറൻസ്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. ആ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 10,30,000 രൂപ. 10,30,000 ഡീസൽ. ശരി, വണ്ടി ഇറങ്ങി എത്രയ്ക്കായിരുന്നു വില? ഇത് അന്ന് 22 സംതിങ് വരും. സംതിങ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. 10 ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി. ടോപ്പിൻ്റെ വണ്ടി. കിലോമീറ്റർ കുറവ്, 73,000 കിലോമീറ്റർ. ടോപ്പിൻ്റെ വെഹിക്കിളല്ലേ? ടോപ്പിൻ്റെ സിംഗിൾ ഓണർ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഇത് ഏകദേശം നമുക്ക് 9 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും. 1,30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. ഹെക്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ രക്ഷയുടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ആ പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായും സ്റ്റോക്കുകളായിട്ട്. ശരി.